അടിയാണ് മക്കളെ, അടിയോടടി. ഫ്ലെക്സിന്റെ പേരിൽ പ്രവർത്തകർ തമ്മിൽ ഹെൽമറ്റിനടി. 2020 സ്ഥാനാർത്ഥിയും നിലപാടിന്റെ രാജകുമാരനുമായ അഖിൽ മാരാറിന്റെ മുന്നിൽ വെച്ച് പൊരിഞ്ഞയടി. സംഭവം ഇങ്ങനെ: തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ട് തേടിയിറങ്ങിയ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർക്ക് നേരെ പരസ്യമായ അക്രമശ്രമമെന്നാണ് പരാതി. പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും കീറാൻ ശ്രമിച്ച അക്രമികൾ ഇത് തടയാനെത്തിയ മുതിർന്ന BJP പ്രവർത്തകനെ ഹെൽമറ്റ് കൊണ്ട് മാരകമായി പരിക്കേൽപ്പിച്ചു. വാഴക്കാല ഓത്തുപള്ളിക്ക് സമീപം വെച്ചാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അക്രമത്തിന് പിന്നിൽ പുറത്തുനിന്നും വന്നവരാണെന്നും നാട്ടിലുടനീളം അശാന്തി പടർത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അഖിൽ മാരാർ ആരോപിച്ചു. കേരളം ഉറ്റുനോക്കുന്ന തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് പര്യടനം വാഴക്കാല ഭാഗത്തേക്ക് പ്രവേശിച്ച വേളയിലാണ് നാടിനെ നടുക്കിയ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത്. സ്ഥാനാർത്ഥി അഖിൽ മാരാർ തൊഴുകൈകളോടെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടിരിക്കെ യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ പരസ്യമായി 2020 തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കാൻ തുനിയുകയായിരുന്നു. റോഡരികിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും വലിച്ചു കീറുന്ന അക്രമിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച പ്രായമായ BJP പ്രവർത്തകനെ അക്രമി കയ്യിലിരുന്ന ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അടിയേറ്റ പ്രവർത്തകൻ രക്തം വാർന്നു താഴെ വീണതോടെ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഒപ്പം സ്ഥാനാർത്ഥിയുടെ കൺമുന്നിൽ വെച്ച് നടന്ന ഈ അഴിഞ്ഞാട്ടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി ഒരു കടയ്ക്കുള്ളിൽ ഒളിവിൽ പോയതായി അഖിൽ മാരാർ പിന്നീട് വ്യക്തമാക്കി. മലപ്പുറത്തു നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന ഒരാളാണ് അക്രമത്തിന് പിന്നിലെന്നും സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ തീവ്രവാദ സ്വഭാവമുള്ള ചിലർ ബോധപൂർവം വർഗീയ ചേർത്തിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും മാരാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭയം മൂലമാണ് ഇത്തരം ചീപ്പ് വിദ്യകൾ കാണിക്കുന്നതെന്നും എന്നാൽ തൃക്കാക്കരയിലെ ജനങ്ങൾ ഇത്തരം അജണ്ടകളെ തിരിച്ചറിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഭവത്തിൽ BJP പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയും അക്രമികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്ററുകൾ നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഈ പൊരിഞ്ഞടി തൃക്കാക്കരയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.